ഹിജറ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവയിൽ ബലിപെരുന്നാൾ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ആലുവ മഹാത്മാഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് ഹിജറ കമ്മിറ്റി ചെയർമാൻ അഴീക്കോട് സൈനുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. മനസ്സാക്ഷിയോട് ഒരു ചോദ്യചിഹ്നം നാം ഇട്ടുകൊടുക്കണം. യഥാർത്ഥത്തിൽ നാം മുസ്ലിങ്ങളാണ് ആയിട്ടുണ്ടോ? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സർവാത്മന മുഴുജീവിതവും ഫുൾ ടൈം മരണം വരെ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി ജീവിക്കുക എന്ന പ്രക്രിയ നിർവഹിക്കുന്നവനാണ് മുസ്ലിം. നാം അങ്ങനെയാണോ? താൽപര്യങ്ങളുടെ പിന്നാലെ പോവുകയും പലപ്പോഴും ദൈവിക നിയമത്തിനപ്പുറം പരിധി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പ്രകൃതി നമുക്കില്ലേ? നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിഗതവും കുടുംബഗതവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സാക്ഷിയോട് നാം ഒറ്റയ്ക്കിരുന്ന് ഒഴിഞ്ഞിരുന്ന് ഒന്ന് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ച പ്രവാചകൻ മനസ്സിലാക്കി തന്ന മുസ്ലിമാണോ? ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രസക്തി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തന്നെ ഖുർആൻ പറഞ്ഞത് റബ്ബന വജ്അൽനാ മുസ്ലിമൈനി ലക്. പടച്ചവനെ, ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണമേ. ആരാണ് ഈ രണ്ടുപേർ? ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും. ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണമേ അല്ലാ. ഇതായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ സന്ദേശങ്ങളുടെ ദഅവത്തിന്റെ ആകെത്തുക. ഹിജ്റ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തി റമദാൻ വ്രതം, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നിവ ആചരിക്കുന്ന രീതിയാണ് ഹിജ്റ കമ്മിറ്റി സ്വീകരിച്ചു വരുന്നത്. മലബാർ കടപ്പുറങ്ങൾ കേന്ദ്രീകരിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന മാസപ്പിറവി പ്രഖ്യാപനങ്ങൾ പ്രമാണബദ്ധമോ ശാസ്ത്രീയമോ അല്ലെന്നാണ് ഹിജ്റ കമ്മിറ്റിയുടെ നിലപാട്. എറണാകുളത്ത് ഹിജ്റ കമ്മിറ്റി ജനറൽ സെക്രട്ടറി PS ഷംസുദ്ദീനും ഈദ്ഗാഹിന് നേതൃത്വം നൽകി. സ്ത്രീകളടക്കം 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആലുവ.